ഇത് നമ്മുടെ ഉറുമ്പിക്കര ട്രക്കിംഗ് വീഡിയോയുടെ പാർട്ട് 1 ആണ്. വണ്ടി വിളിക്കായിരുന്നല്ലോ, വണ്ടി വിളിക്കായിരുന്നു. ഒരു പറ്റം അപരിചിതരായ ആൾക്കാരുടെ കൂടെ നമ്മുടെ ജേർണി ക്രാഫ്റ്റ് അറേഞ്ച് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. ഈ നിൽക്കുന്ന ആളുകൾ തമ്മിൽ ആദ്യമൊന്നും ഒരു പരിചയവും ഇല്ലായിരുന്നു. യാത്ര തിരിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. അവിടെ എത്തിയപ്പോഴൊക്കെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ പരിചയമായി തുടങ്ങിയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ഒരു ടെമ്പോ ട്രാവലറിലാണ് നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയുടെ ഇടയ്ക്ക് ജേർണി ക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റൻ രാഹുൽ നമ്മൾ പോകുന്ന ഉറുമ്പിക്കര ട്രക്കിങ്ങിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നും ഒന്ന് ചെറുതായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. മഴയായതുകൊണ്ട് പക്ഷെ നല്ല വെള്ളമാണ്. ഓക്കെ, അപ്പോൾ പുല്ല് ഉള്ളത് കൊണ്ട് ഇത്തിരി ഫുൾ സ്റ്റീവൻ ഇടാൻ വേണ്ടി പ്രത്യേകം നോക്കാം. പിന്നെ ലൈക്ക് നമ്മുടെ ട്രക്ക് കഴിഞ്ഞിട്ട് ഏകദേശം നൈറ്റ് ഏകദേശം ഒരു 7 മണിയോട് കൂടി നമ്മൾ ക്യാമ്പ് തിരിച്ചെത്തും. അപ്പോൾ നൈറ്റ് ആവും. ലൈക്ക് സൺസെറ്റ് വ്യൂ ചെയ്തിട്ട് സൺസെറ്റ് ഉണ്ടെങ്കിൽ ഓടെ ഇല്ലെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ലൈക്ക് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് എത്തിയിട്ട് ഒന്ന് നിങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒരു 8 മണിയോട് ഒരു 7-8 മണിയോട് കൂടി ക്യാമ്പ് ഫയറും ഇതിൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മഴ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പോകാൻ വേണ്ടി പറ്റും. മഴ ഉണ്ടെങ്കിൽ ചെറിയൊരു ഇത് കാണും. ഓക്കെ, പിന്നെ നൈറ്റ് എല്ലാവരും ഡിന്നറുണ്ടാവും. ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങും. നിനക്ക് ലൈക്ക് അവിടെ ചില്ല് ചെയ്യുന്നെങ്കിൽ ചില്ല് ചെയ്യാം. അങ്ങനെ ലൈക്ക് അവിടെ പുറത്ത് നല്ല ആംബിയൻസാണ്. അപ്പോൾ ആംബിയൻസ് ഉള്ളത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ, അതായത് മറ്റൊന്ന് നാളെ രാവിലെ നമുക്ക് ആണ് നമ്മളെ മെയിൻ ട്രക്ക് വരുന്നത്. നാളെ ഉറുമ്പിക്കര എരുമലച്ചിക്കൽ എന്നൊക്കെ പറയും. അവിടെ നമ്മൾ ഏകദേശം മോഡറേറ്റ് ആയ ട്രക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഇച്ചിരി നല്ലൊരു ട്രക്കാണ് നാളെ വരുന്നത്. ഇച്ചിരി വാട്ടർഫാൾസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറിപ്പോയിട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ട്രക്കാണ്. പിന്നെ നാളെ ഏകദേശം ഒരു നമ്മൾ 2-3 സ്പോട്ടും കൂടി കവർ ചെയ്യുന്നുണ്ട്. മദാമക്കുളം പിന്നെ അതൊക്കെ കവർ ചെയ്ത് നമ്മൾ തിരിച്ച് ഉറുമ്പിക്കര വന്ന പോയിന്റ് തന്നെ എത്തും. പിന്നെ ഒരു പറയാനുള്ളത് പാപ്പാനി വാട്ടർഫാൾസ്. അവിടെ നിന്നാണ് നമുക്ക് കുളിക്കാനുള്ള ഇതുണ്ട്. അതായത് പാപ്പാനി വാട്ടർഫാൾസിൽ കുളിക്കാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ 2 സ്പെയർ ഡ്രസ്സ് എടുക്കണം. 2 സ്പെയർ ഡ്രസ്സ് എടുക്കേണ്ടി വരും. ഡ്രസ്സ് വേറെ എക്സ്ട്രാ കരുതേണ്ട കാര്യമില്ല. അല്ല, കുളിക്കാനാണെങ്കിൽ അതെ സ്പെയർ ഡ്രസ്സ് എടുക്കേണ്ടി വരും. പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മള് മിനി ബാക്ക് പാക്ക് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ കൊണ്ടുപോകാൻ നേരത്ത്. അപ്പൊ അതിന് ഡ്രസ്സിന്റെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, അല്ല ഞാൻ കേട്ടില്ലായിരിക്കും. ഇതാണ് മെയിൻ പ്രോഗ്രാം വരുന്നത്. നമ്മൾ വൈകുന്നേരം ഒരു 4 മണിക്ക് എല്ലാം കൂടി നിർത്താനുള്ള പ്ലാനാണ്. ലൈക്ക് 3:30-4 മണി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്ന ഒരു 4 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു ട്രാവൽ വരുന്നത്. ഒരു ഏകദേശം ഒരു 8-9 മണിയോട് കൂടി തന്നെ ട്രിവാൻഡ്രം എത്താനുള്ള പ്ലാനാണ്. ലേറ്റ് ആക്കുന്നില്ല. മാക്സിമം ഈ ഒരു ടൈമിനാണ് ഇവിടെ. ഇതാണ് ഒരു ഓവറോൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ റീൽസ് എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വണ്ടിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏറ്റവും പ്രായം കുറഞ്ഞ ഞാനാണ് ഈ വൈറ്റ് ഷോർട്ട്സും ജാക്കറ്റും ഇട്ട് ഡാൻസ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഡാൻസിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. Fried rice la 80
അങ്ങനെ ഉച്ചയോടുകൂടി നമ്മൾ നമ്മുടെ ഉറുമ്പിക്കരയിലെ മീറ്റിംഗ് പോയിൻ്റായ മനോജ് ചേട്ടൻ്റെ വീട്ടിലെത്തി. മനോജ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡയറക്റ്റ് വണ്ടിയിൽ വന്നവരും എല്ലാവരും എത്തിയായിരുന്നു. നമ്മൾ വണ്ടിയിൽ വന്ന ആൾക്കാർ മാത്രമല്ല, ഡയറക്റ്റ് വന്ന ആൾക്കാരും എല്ലാവരും കൂടി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വണ്ടിയെല്ലാം അവിടെ മനോജ് ചേട്ടൻ്റെ വീട്ടിലിട്ടതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മൾ ഈ മൺവീടെന്ന് പറയുന്ന മനോജ് ചേട്ടൻ്റെ റിസോർട്ടിലോട്ട് പോകുന്നത്. ഈ കായമുണ്ടെടുത്ത് നിൽക്കുന്ന ആളാണ് മനോജ് ചേട്ടൻ. ഉറുമ്പിക്കരയിലെ മൺവീട് റിസോർട്ടിൻ്റെ ഓണറാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഈ കാണുന്ന പോലെയൊന്നും അല്ല ആൾ പുലിയാണ്. അതുവഴിയുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ എല്ലാവരും അവിടെ നിന്ന് പോകാനായിട്ട് ജീപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജീപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അങ്ങനെ ജീപ്പിൽ നമ്മൾ മൺവീട് റിസോർട്ടിലോട്ട് ജീപ്പിൽ ഓഫ് റോഡ് ജീപ്പിൽ പോവുകയാണ്. അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളും പുഴകളും ചെറിയ പുഴകളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സാധാരണ വണ്ടി ആയിട്ടൊന്നും ഇതുവഴി പോകാൻ പറ്റത്തില്ല. നല്ല കയറ്റവും നല്ല റഫായിട്ടുള്ള റോഡുമാണ്. ജീപ്പിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഏകദേശം 4-5 ജീപ്പ് അവിടെ നിന്ന് ഒരുമിച്ചാണ് പോയത്. ആ ജീപ്പിൽ നമ്മൾ ഒരു ജീപ്പിൽ 4-5 പേര് 6 പേര് ഇരുന്നിട്ടാണ് പോയത്. പുറകിൽ 4 പേരും ഫ്രണ്ടിൽ 2 പേരും 6 പേരാണ് ഇരുന്നത്. 6 പേര് ജീപ്പിൽ മൺവീട് റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് നല്ല കോടയും നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. റോഡ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ സാധാരണ വണ്ടിയൊന്നും വരത്തില്ല. സാധാരണ കാറൊന്നും വരത്തില്ല. 4x4 വണ്ടികളെ വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ജീപ്പ് മൺവീടിൻ്റെ എൻട്രൻസിനടുത്തായിട്ടുണ്ട്. നമ്മൾ മൺവീട് എത്തിയിരിക്കുകയാണ്. മൺവീട് റിസോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടാണിത്. റിസോർട്ടിൽ ജീപ്പുകൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. റിസോർട്ടിൻ്റെ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നല്ല ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണിത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജീപ്പുകൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ഒരു ജീപ്പിലാണ് നമ്മുടെ എല്ലാവരുടെയും ലഗേജ് നമ്മൾ കൊടുത്തു വിട്ടത്. മനോജേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ലഗേജ് എല്ലാം ഒരു വണ്ടിയിലാണ് കൊടുത്തു വിട്ടത്. ഈ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ ലഗേജ് എല്ലാവരും കൂടി ചേർന്ന് ഒരു വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജെല്ലാം ഇറക്കി ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഓരോരുത്തർക്ക് റൂം അലോട്ട് ചെയ്ത് റൂം, കോട്ടേജ്, ടെൻറ്റ്, ഹട്ട് അങ്ങനെയുള്ള ഓരോ എല്ലാ സൈസ് സാധനങ്ങളും അവിടെ ഉണ്ട്. മനോജേട്ടൻ്റെ ഈ മൺവീട് എന്ന് പറയുന്നത് എ ഫ്രെയിം ടൈപ്പ് കോട്ടേജ് ഉണ്ട്, ഹട്ടുണ്ട്, ടെൻ്റ് ഉണ്ട്, പിന്നെ റൂംസ് ആയിട്ടുള്ളതുണ്ട്, വില്ലാസ് പോലെയുള്ളതുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നിങ്ങളും ഇവിടെ വന്ന് നോക്കണം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മനോജേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. നമ്മൾ താമസിച്ചിരുന്ന എ ഫ്രെയിം കോട്ടേജ്, അതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആണിത്. ഇത് ഉച്ച സമയത്താണിത്. ഉച്ച സമയത്താണ് ഈ കോട വന്ന് നിൽക്കുന്നത്. രാത്രിയിലൊക്കെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് പറയണ്ടല്ലോ. നല്ലൊരു ഭംഗിയുള്ള പ്ലേസാണ്.
ജീപ്പുകളെല്ലാം അവിടെ അവർ പാർക്ക് ചെയ്തിട്ട് അവർ നമ്മുടെ ഫുഡും എല്ലാം കൊണ്ടുവന്നത് അവിടെ നിന്ന് ഈ ജീപ്പിലാണ്. ഈ ജീപ്പുകളെല്ലാം അവിടെ നിന്ന് മനോഹരൻ അറേഞ്ച് ചെയ്തതാണ്, നമ്മളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ ഇറങ്ങുന്ന പോയിന്റിൽ അവർ തിരിച്ചു വരുമായിരുന്നു ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഈ ക്യാമ്പ് ഫയറും ഭക്ഷണവും ഒക്കെ കഴിക്കുന്ന കിച്ചൺ അതാണ് ഈ കാണുന്നത്. അവിടെ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ലഗേജെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓരോരുത്തർക്ക് റൂംസും ടെൻറ്റും ഹട്ടും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 35 പേരോളം ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. 35-40 പേരോളം ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാവർക്കും റൂംസും കാര്യങ്ങളെല്ലാം അവർ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾക്ക് 5 പേർക്ക് ഞാൻ നേരത്തെ കാണിച്ച എ-ഫ്രെയിം കോട്ടേജാണ് കിട്ടിയത്. അതിലായിരുന്നു നമ്മൾ മെയിൻ ഫ്രെയിം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിലായിരുന്നു നമ്മൾ താമസിച്ചത്. അവിനാശ്, വിജയ്, നിരഞ്ജന, നിങ്ങളും പിന്നെ ദേവിക, രാഹുൽ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മിനി ഫ്രെയിമിലോട്ട് പോയാൽ മതി. അവിടെയാണ്, മുകളിലാണ്. മിനി ഫ്രെയിം 1 മിനി ഫ്രെയിം 2 ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് കയറിയാൽ മതി. പിന്നെ അടുത്ത മിനി ഫ്രെയിം 3 സായി, അശ്വിൻ, അശ്വിനി. അപ്പൊ ഇവര് 3 പേരും ഒരു ഇതിലാണ്. മിനി ഫ്രെയിം 3-ലാണ്. അടുത്ത മിനി ഫ്രെയിം 4 വിപിനും സൗമ്യ പോൾസൺ. അടുത്ത് മെയിൻ ഫ്രെയിം പറഞ്ഞത്. ഇനി ഹട്ടാണുള്ളത്. ഹട്ടില് സമീഷ്, സിറാജുദ്ദീനും പത്മനാഭനും. അടുത്ത റൂമാണ്. റൂമില് റൂം 1 ഹസീന, ലക്ഷ്മി, കൃപ, പ്രസീത, ഗൗരി. അടുത്ത ടെന്റ് 1 and 2 അനുരാജ്, സജീവ്, രാജീവ്. നിങ്ങൾ ഒരുമിച്ച് വന്നവര് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അല്ല, അനുരാജ്, രാജീവ്, പ്രിയൻ. അനുരാജ്, രാജീവ്, പ്രിയൻ, രാജീവ്, മഹാപത്രോ, പിന്നെ ദേവഭദ്രൻ, ഗിരീഷ് കുമാർ, സ്വാമിനാഥൻ. ഇത്രയും പേര് ടെന്റ് 1 and 2-ലാണ്. കേട്ടല്ലോ അല്ലേ? ചോദിച്ചാൽ മതി. നമ്മൾ ലഗേജൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഊണ് കഴിക്കാനായിട്ട് വന്നു. നല്ല അടിപൊളി ഒരു ഊണായിരുന്നു. സിമ്പിൾ ഊണായിരുന്നു, പക്ഷേ നല്ല അടിപൊളി ഊണായിരുന്നു. ഒരു കോട്ടയം സ്റ്റൈൽ മീൻ പറ്റിച്ച കറിയും സാമ്പാറും തോരനും നല്ല ചോറും ഒക്കെ ആയിട്ടുള്ള ഒരു സാധാ ഊണായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ വൈകുന്നേരവും വന്നിട്ടും ആ ചോറ് നമ്മൾ കഴിച്ചായിരുന്നു. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു മിനി ട്രക്കിന് പോവും. മുതുകോര മലയിലേക്കാണ് നമ്മൾ ഒരു മിനി ട്രക്കിന് കൊണ്ട് പോകുന്നത്. പക്ഷെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പാർട്ട് 2 വീഡിയോയിൽ ആ മുതുകോര മലയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് തിരിച്ചു വരാൻ ലേറ്റായിട്ട് ഇരുട്ടായതും നമ്മുടെ കൂട്ടത്തിലുള്ളവർ 1-2 പേർക്ക് വഴി തെറ്റിയിട്ട് മനോജേട്ടൻ തിരിച്ചു പോയി വിളിച്ചുകൊണ്ട് വരുന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യാം. ഇതില്ലെങ്കിൽ വലിയ വീഡിയോ ആയി പോവും. അതുകൊണ്ടാണ് പാർട്ടായിട്ട് വിടുന്നത്. അടുത്ത പാർട്ടിൽ മുതുകോര മലയുടേതും പിന്നെ ഉറുമ്പിക്കര, മദാമക്കുളം, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്.